ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാണ്ട് ഒരു ഫെസ്റ്റ് ഉണ്ട് വളാഞ്ചേരി ഇടയൂർ കുന്ന് എന്ന് പറയും അവിടെ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വീട്ടിലത്തോരോടൊക്കെ ഇത് പറഞ്ഞപ്പോൾ ഞാനും ഇക്കും കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ച് വീട്ടിൽ അറിയിച്ചപ്പോൾ വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും പോരണം പറഞ്ഞ് അനിയത്തി ഹസ്ബൻഡ് അവരെ വണ്ടിമ്മേ, ഉമ്മിക്ക് അവരെ വണ്ടിമ്മേ, ഞങ്ങളെ വണ്ടിമ്മേ, അനിയൻ വേറെ വണ്ടി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ 4 വണ്ടിമ്മേറ്റ് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടോ. ഞങ്ങൾ പിന്നെ വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ടാണ് പോണത്, അല്ലാതെ ഞങ്ങളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു മാസമൊക്കെ ആയി തോന്നുന്നുണ്ട് തുടങ്ങിയിട്ട്. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ കുറേ ഷോപ്പും കാര്യങ്ങളും വീഡിയോസിലൊക്കെ കണ്ടപ്പോൾ കുറേ ഷോപ്പും കാര്യങ്ങളും പഴയ സാധനങ്ങൾ, മിഠായികൾ, അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഒറ്റ ഷോപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ ആയിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. കാണാനൊക്കെ ഉണ്ട്, പലതരം മീനുകളും പക്ഷികളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വീഡിയോ കണ്ടോളി. പിന്നെ ഗായ്സ്, നമ്മുടെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാതും ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇതാ അവിടെ മെയിനായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ്, കുറേ പലതരം മീനുകളുണ്ട്. അതിന് പേരുകളൊന്നും എനിക്കറിയില്ല. പലതരം മീനുകളുണ്ട്, അതുപോലെ പക്ഷികളും, അതുപോലെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ, പാമ്പ്, പിന്നെ ഉടുമ്പ്, അങ്ങനെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷികളാണ് കേട്ടോ, കുഞ്ഞി പക്ഷികളും. ഇത് മുള്ളൻപന്നി തോന്നുന്നു. പിന്നെ ഇത് പ്രാവ്, അങ്ങനെ ചിലതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ, പക്ഷെ എന്നാലും അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് ഞങ്ങളിപ്പോൾ യാത്രയിലാണ്, യാത്രയുടെ ഇടയിൽ റൂം എടുത്തിരിക്കുകയാണ്, അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വോയിസ് കൊടുക്കുന്നത്. ഞങ്ങളല്ല, ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എന്തൊക്കെ പറയേണ്ടത് ഒന്നും നേരെ ഇതായിട്ടില്ല. ഞങ്ങളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ ഇടണ്ടായിരുന്നു, ഫുള്ളാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് കൊടുക്കാതിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനത്തെ തത്തകളൊക്കെ ഉണ്ട്. ഇതൊരു തരം കോഴി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, എല്ലാ കളറും ഉണ്ട് അതിൻ്റെ മേത്ത്. പിന്നെ പ്രാവാണ്. പിന്നെ ഇങ്ങനത്തെ സാധനത്തിനെ കണ്ടു, ഇത് എന്താ സാധനം എന്ന് മനസ്സിലായില്ല. അതിങ്ങനെ ചുരുണ്ടു കൂടി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ തല പുറത്തിട്ടിട്ടില്ല, ഇങ്ങനെ ചുരുണ്ടു കൂടി കിടക്കുന്നുണ്ട്. കുറേ തോണ്ടി നോക്കി അനിയനും ഇക്കൊക്കെ, പക്ഷേ സംഭവം പുറത്ത് വന്നില്ല. പിന്നെ അതങ്ങനത്തെ കുഞ്ഞിക്കിളികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, കുഞ്ഞിക്കിളി. പിന്നെ ഇതാ അങ്ങനത്തെ നല്ല ഭംഗിയുള്ള കിളികളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് പാമ്പ് ഒരു പാമ്പ് തന്നെ ഉള്ളൂ. ഇതിനൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ട് ഞങ്ങൾ പോയി എന്ന് പറഞ്ഞല്ലോ, അതിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ തോളിലൊക്കെ ഇട്ടിട്ട്, കുട്ടികൾ മാത്രമല്ല അങ്ങനെ തോളിലൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനിപ്പോൾ ഇവിടെ കൂട്ടിലിട്ടച്ചിക്കാണ്, അങ്ങനെ വേറെ ആരും ഇങ്ങനെ എടുത്ത് കയ്യിലോ തോളിലൊന്നും ഇട്ട് ഇതാക്കണ ഇതൊന്നും കാണാനില്ല കേട്ടോ അവിടെ.
പിന്നെ ആ സംഭവം ഇങ്ങനെ ഇങ്ങനെ കയറി നിൽക്കണ കമ്പിയമ്മേ. അതിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ അപ്പുറത്ത് കൂടെ വന്നത്, പക്ഷെ ഇപ്പുറത്തേക്ക് എത്തിയിട്ട് ഞാൻ ഇതിനെ കണ്ടത്. അവിടെ തിരക്കായിട്ടാണ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ പോണ 2 പേരില്ലേ, ആ റെഡും ബ്ലാക്കും ഷർട്ട് അവർ എന്നോട് പറയുന്നുണ്ട് കേട്ടോ, വീഡിയോയിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ പെട്ടിട്ടുണ്ട് പറഞ്ഞു ഞാൻ. പിന്നെ അത് അവിടുന്ന് ആ ഒരു സെക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഈ റൈഡും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഒരു 2 ഗെയിം മാത്രം അവിടെ ഉണ്ട് കേട്ടോ, അല്ലാതെ ഒരു ഷോപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ഞാൻ വീഡിയോയിലും കണ്ടിരുന്നു, ഇങ്ങനെ കുട്ടികൾക്കുള്ള കളിസാധനങ്ങളും നമ്മളെ പഴയ സാധനങ്ങളും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്ന പഴയ സാധനങ്ങൾ, മുട്ടായികൾ അങ്ങനെയൊക്കെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഒന്നുമില്ല. സാധാരണ ഇങ്ങനെയുള്ള എക്സ്പോക്കും ഫെസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഷോപ്പുകൾ ഉണ്ടായിരുന്നു, വീഡിയോയിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ഇപ്പോൾ അങ്ങനെ പൂട്ടിപ്പോയത് എന്താണെന്ന് അറിയില്ല. ഇനി ആളില്ലാഞ്ഞിട്ടാണോ ആൾ കുറവായതുകൊണ്ടാണോ ഒന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ മരണക്കിണർ കാറും ബൈക്കൊക്കെ ഉണ്ട്, മരണക്കിണറൊക്കെ കയറി. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ഡ്രാഗൺ ട്രെയിൻ ഉണ്ടല്ലോ, അതിൽ അനിയത്തിയുടെ മോളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.